ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിത് ദോശത്തവയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മാവൊക്കെ കുഴച്ച് വെച്ച് അത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണ്ടേ. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. സാധാ വെള്ളം തന്നെ, ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കട്ട ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. കട്ടൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. വെള്ളം അധികം ആവണ്ട കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. കട്ട ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാനിവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മൈദമാവ് ആവേണ്ടത്. അപ്പോൾ വെള്ളം അധികം ആവണതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിവിടെ ഒരു ദോശത്തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം വേണ്ട, കുറച്ചാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മൈദ കലക്കി വെച്ചത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കേട്ടോ. ഒരിക്കലും തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് തീ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതങ്ങനെ ചെറിയ ഹോൾസൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കൊടുക്കാം. വെറും 2-3 മിനിറ്റ് അത്ര മതി കേട്ടോ. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ കണ്ടില്ലേ. ഇപ്പോൾ ഇതിവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഞാൻ ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് പിസ്സ സോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടോ. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് പിന്നെ എത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ പിസ്സൻ്റെ ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഞാനിവിടെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് അതും വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളടുത്ത് ഇനി ക്യാപ്സിക്കത്തിൻ്റെ യെല്ലോ കളറോ റെഡ് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീൻ മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മൊസറല്ല ചീസും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ മൊസറല്ല ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഒന്ന് വറ്റൽമുളകൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികമൊന്നും വേണ്ട, അപ്പോൾ എരിവ് അധികമാവും. കുറച്ചൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളെ ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ആയാൽ മതി. ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ചീസ് ഇവിടെ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഒലീവ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയം തന്നെ ഇതായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്നുകൊണ്ട് ചെരിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് നമ്മുടെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് വീണോളും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേമാതിരിക്കൊന്ന് ചെയ്താൽ മതി. അപ്പോൾ കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ ഒരു പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.